ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാകുന്ന കോവയ്ക്ക് വെച്ച്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കോവയ്ക്ക് എപ്പോഴും വൃത്തിയാക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് പറിക്കുന്ന കോവയ്ക്കാണെങ്കിൽ അതിൻ്റെ അറ്റം ഒന്ന് മുറിച്ച് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണേ. അതിൻ്റെ പശപ്പ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് അരിഞ്ഞ് കഴുകി വെള്ളം വാർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോവയ്ക്ക ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്ക് കോവയ്ക്ക നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം. പക്ഷേ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കുറച്ച് നീളത്തിൽ നിങ്ങൾ അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റി ആയിരിക്കും. നന്നായിട്ട് നമുക്ക് ഉപ്പേരി മൊരിഞ്ഞു വരാനും ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാനും ഒക്കെ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ അരിഞ്ഞ് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മൾ വട്ടത്തിൽ അരിയാറുണ്ട്, നീളത്തിലൊക്കെ അരിയാറുണ്ട്. ഇതുപോലെ ഒന്ന് അരിഞ്ഞ് നോക്കണേ. ഞാൻ നമ്മുടെ കോവയ്ക്കെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കോവയ്ക്കയാണ്. ഒരു കഷ്ണം കോവയ്ക്ക വള്ളിയൊക്കെ നമുക്ക് വീട്ടിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കോവയ്ക്ക കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ നമ്മൾ നൈസായിട്ട് നമ്മുടെ കോവയ്ക്കനെ അരിഞ്ഞെടുക്കാൻ പോവുകയാണേ. ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക മുഴുവനായിട്ട് ഈ പരുവത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കി തുടങ്ങാം. ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ഒരുപാട് ആർഭാടത്തിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് വെളുത്തുള്ളി നമ്മൾ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കാന്താരി മുളകും എരിവില്ലാത്ത ഒരു 2 or 3 നീളത്തിലുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും. ഇനി ഇതൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത്ര മാത്രം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് സവോളയോ വേറെ ഒന്നും തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ കോവയ്ക്ക മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത്. ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് മൂടി വെച്ച് ഓരോ 3-4 മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ പരുവത്തിലാണ് നമ്മുടെ ഉപ്പേരി ആയിട്ടുള്ളത്. ഒന്നും കൂടി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി അടുത്തൊരു 4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ കോവയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ടൊന്ന് മുരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിനെ നമുക്ക് ആവശ്യമുള്ള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ ഇങ്ങനെ 4 പുറത്തേക്കും ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കോവയ്ക്ക മൊരിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് മൊരിഞ്ഞ് വന്നോളും. ഇനി ഒരു 4-5 മിനിറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കോവയ്ക്ക ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. മറ്റൊരു വ്യത്യസ്തമാർന്ന വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.